ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വാത്മീകി രാമായണ നവാഹയജ്ഞം സമാപിച്ചു. ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന്റെ ഉദ്ഘാടനം മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച വാത്മീകി രാമായണ നവാഹയജ്ഞം സമാപിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന ഈ ആത്മീയ സത്രത്തിൽ വിദൂര ദേശങ്ങളിൽ നിന്നുപോലും നിരവധി ഭക്തജനങ്ങളാണ് രാമായണ കഥാശ്രവണത്തിനായി എത്തിച്ചേർന്നത്. ആചാര്യൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും സഹ ആചാര്യൻ ചെങ്ങന്നൂർ മോഹനൻ വാര്യരുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു 9 ദിവസങ്ങളിലായി നീണ്ടുനിന്ന നവാഹയജ്ഞം നടത്തിയത്. രാമായണ പാരായണവും പ്രഭാഷണങ്ങളും കൊണ്ട് ക്ഷേത്രാങ്കണം പൂർണ്ണമായും രാമമയമായി മാറി. യജ്ഞത്തിന്റെ സമാപന ദിനത്തിൽ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലായി ശ്രീകോവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. കാലത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ ക്ഷേത്രസങ്കല്പം, താന്ത്രികം അല്ലെങ്കിൽ മാന്ത്രികം, മന്ത്രങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ രൂപപരിണാമങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, കുന്നും കുഴിയും അതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ക്ഷേത്രങ്ങൾക്കും അതോട് ബന്ധപ്പെട്ട പൂജാവിധികൾക്കും താന്ത്രികമായ കർമ്മങ്ങൾക്കുമെല്ലാം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതൊരു നല്ല കാര്യമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ക്ഷേത്രം പ്രസിഡന്റ് R നീലകണ്ഠ വാര്യർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ചീപുരം ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി മഹാവിശ്വവിദ്യാലയം മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VS വിഷ്ണു പോറ്റി ചടങ്ങിന് ആമുഖ പ്രഭാഷണം നിർവഹിക്കുകയും ശ്രീകോവിൽ പുനർനിർമ്മാണത്തിനുള്ള ധനസമാഹരണത്തിന്റെ തുടക്കം കുറിക്കുകയും ചെയ്തു. പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ P ഹരിദാസ് മുഖ്യാതിഥികൾക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ മുൻ ശബരിമല മേൽശാന്തി AR രാമൻ നമ്പൂതിരി, സെക്രട്ടറി N വാസുദേവൻ നായർ, ശ്രീകോവിൽ പുനരുദ്ധാരണ കമ്മിറ്റി കൺവീനർ G ശ്രീകുമാർ, വിവിധ സമുദായ സംഘടനകളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. യജ്ഞ ദിവസങ്ങളിലെ വിവിധ പൂജാവിധികൾക്കും പ്രഭാഷണങ്ങൾക്കും ശേഷം ഭക്തർക്ക് നവാഹയജ്ഞ പ്രസാദം വിതരണം ചെയ്തുകൊണ്ടാണ് ചടങ്ങുകൾ പര്യവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.